വിഷ് ചെയ്യൂ. പിറന്നാൾ ആശംസകൾ. താങ്ക് യു. പോവാണ് അവിടെ. ഓ ഹൈ ഓ ഹൈ ഹൈ വിളമ്പണതിന്റെ മുന്നേ തീർക്കോ. സെക്കൻഡ് പന്തി. എന്തെങ്കിലും. ഹലോ എവറിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ പിറന്നാളാണ്. ഇടവമാസത്തിൽ മകീരം നാളിനാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ഇന്ന് പിറന്നാളാണ്. ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, ഇന്ന് ജൂൺ 7th കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റു. എനിക്ക് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ തേച്ചയുടെ എപ്പോഴും പറയും, ഇത്രയും ബർത്ത്ഡേ ആഘോഷിക്കാൻ അല്ലെങ്കിൽ ബർത്ത്ഡേന് ഇത്ര എന്താ പറയുക എക്സൈറ്റ്മെൻറ്റോടെ കാണുന്ന ഒരാൾ തേച്ചയായിട്ട് തന്നെ കണ്ടിട്ടില്ല. എനിക്കറിയില്ല, എത്ര വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഓരോ ബർത്ത്ഡേക്കും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് പിറന്നാളാണെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിലും. അപ്പം അമ്മയ്ക്ക് പിറന്നാളിനോടാണ് താല്പര്യം, ആഘോഷിക്കാൻ. എനിക്ക് തോന്നുന്നു ഒരുവിധ വീട്ടിലമ്മമാർക്കൊക്കെ അതായിരിക്കും അവസ്ഥ. എനിക്ക് പക്ഷേ ഡേറ്റ് ഓഫ് ബർത്ത് ഇഷ്ടം. അപ്പോൾ എന്ത് ചെയ്യും, രണ്ടും ആഘോഷിക്കും. നമ്മൾ ജീവിതം ആഘോഷിക്കാനുള്ളതാണല്ലോ. അപ്പോൾ കിട്ടുന്ന ഒരു ചാൻസ് നമ്മൾ വെറുതെ കളയരുത്. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ വളരെ മിനിമൽ സെലിബ്രേഷൻസ് ആണ്. സെലിബ്രേഷൻ എന്ന് പറയാനൊന്നുമില്ല. ഞാനിപ്പോൾ വിചാരിച്ചു ഇന്നത്തെ ദിവസം കാണിച്ചു തരാമെന്ന്. രാവിലെ അമ്പലത്തിൽ പോവും, കുളിച്ചിട്ട് അമ്പലത്തിൽ പോവും, ഭക്ഷണം കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് സദ്യ ഉണ്ട്. നമ്മുടെ കുറച്ച് വീട്ടുകാരൊക്കെ വരുന്നുണ്ട്. എറണാകുളത്തല്ല ഞാൻ ഇപ്പോൾ കൊച്ചിയിലുള്ളത്. അപ്പോൾ എറണാകുളത്തിൽ കുറച്ച് ഫാമിലി വരുന്നുണ്ട്, നമ്മൾ കഴിക്കും. അത്രയ്ക്കുള്ളൂ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. തേസറിന് ചെറുതായിട്ടൊരു വെയ്യായ്മയുണ്ട്, വലിയ കുഴപ്പമില്ല. വെയ്യായികയുണ്ട്, വലിയ കുഴപ്പമില്ല. തൊട്ട് നോക്കിയപ്പോൾ പനിയൊന്നുമില്ല, എല്ലാം പോയി. പക്ഷേ ചെറിയൊരു ടയേർഡ്നെസ് ഉണ്ട്. എന്നാലും തേസറിനിപ്പോൾ അമ്പത്തേക്ക് വരുമെന്ന് അറിയില്ല, നോക്കാം. ഓക്കെ, രാവിലെ നല്ല വ്യൂ ആണ് ഇത്. നല്ല മഴക്കാറുണ്ട്, കാറ്റൊക്കെ വന്ന് എൻ്റെ ചെടിയൊക്കെ പാട്ടി താഴെ ഇട്ടിരിക്കുന്നു. അയ്യോ, എൻ്റെ ചെടികളാണ്. അമ്മ രാവിലെ വിഷ് ചെയ്തിച്ചാലും ഒന്നുകൂടി വിഷ് ചെയ്തോളൂ. ഹാപ്പി ബർത്ത്ഡേ. പിറന്നാൾ ആശംസകൾ. താങ്ക് യു. ഇവിടെ കടന്നുറങ്ങുന്നു ചേട്ടൻ. താനിയൊക്കെ പോയി. രാവിലെ അമ്പലത്തിൽ പോയുള്ള മടക്കി കിടന്നുറങ്ങുന്നു. എന്താ ഒരു തണു കാണുന്ന ഇരിക്കുകയാണ്. എന്നെ വിഷ് ചെയ്യൂ. അപ്പൊ ഞാൻ പോയിട്ട് വേഗം ഷടപടാന്ന് കുളിച്ചിട്ട് വരാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്, പിറന്നാൾ ഡ്രസ്. പൊളിയൊക്കെ കഴിഞ്ഞു, വിളക്കൊക്കെ കൊളുത്തി. ഡ്രസ്സ് ഉണ്ട്, നല്ല ഡ്രസ്സില്ലേ. ഓക്കെ, അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് അപ്പോഴേക്കും മുടിയും കുറച്ചൊന്ന് ഉണങ്ങും. എന്നിട്ട് പോയിട്ട് നമുക്ക് റെഡിയാവാം. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് റെഡി ആവാം. മുടിയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്, ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റായി. അപ്പം അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങനെ കാര്യമായ റെഡി ആവലൊന്നുമില്ല, നമുക്കറിയാലോ. പക്ഷേ ഇന്ന് ഞാനൊരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് എത്രാമത്തെ സിറ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ കൺസേൺ ആയിരിക്കും. ചിലർക്ക് ഡാർക്ക് സ്പോട്ട്സ് ആയിരിക്കും, ചിലർക്ക് പിഗ്മെന്റേഷൻ ആയിരിക്കും, ഡ്രൈനെസ് ആയിരിക്കും, അങ്ങനെ ഒരുപാട് കൺസേൺസ് ഉണ്ട്. അപ്പം ഇന്ന് ഡാർക്ക് സ്പോട്ട്സ് ഉള്ളവർക്ക് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഡാർക്ക് സ്പോട്ട്സ് നമുക്കറിയാലോ, ഈ ആക്നെ മാർക്കൊക്കെ വന്ന് ഡാർക്ക് സ്പോട്ട് ആവാം, ചിലർക്ക് സണ്ണിന്റെ എക്സ്പോഷർ കെട്ടി ഡാർക്ക് സ്പോട്ട്സ് ആവാം, പിഗ്മെന്റേഷൻ, അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട് അതിന്. അപ്പോൾ അതിനൊക്കെ നമുക്കൊരു എന്താ പറയുക, ദോഷം ചെയ്യാണ്ട് ഒരു മൈൽഡ് വേയിൽ എങ്ങനെ നമുക്ക് അതിനെ റെഡ്യൂസ് ചെയ്യാന്നുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറാണ്. അപ്പോൾ ഇതിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% ഗ്ലൈക്കോളിക് ആസിഡും അതുപോലെ 2% നൈസിനുമായിട്ടും പിന്നെ ടേമറിക് ആണ്, സ്വരസ ടേമറിക്. അതായത് ഇതിലൊരു കോൾഡ് പ്രസ് ടേമറിക് എക്സ്ട്രാക്ട് ആണ് കേട്ടോ ഉള്ളത്. അപ്പൊ എന്താ വെച്ചാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. നമുക്ക് ആ മഞ്ഞളിന്റെ ആ ഒരു ഗുണം കറക്റ്റ് ആയിട്ടറിയാം. മഞ്ഞൾ നമുക്കറിയില്ല, പണ്ടൊട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഡാർക്ക് സ്പോട്ട്സിനെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ ഡൾനെസ്സിനെ കുറച്ച് സ്കിന്നിനൊരു നല്ലൊരു റേഡിയൻസ് തരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീറം ആണ് ഇത്. ഒരു ഓറഞ്ച് ജ്യൂസ് പോലെ ഉണ്ട്.
അല്ലെ മഞ്ഞൾ ജ്യൂസ്. അപ്പോൾ എന്തായാലും ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി നോർമൽ സീറം പോലെ തന്നെ നമുക്കൊരു 2-3 ഡ്രോപ്സ് എടുക്കുക, ജെന്റ്ലി മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ടോ? ഒരു ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട്. സ്റ്റിക്കിനെസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഡാർക്ക് സ്പോട്ട് കൺസേൺ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും അതുപോലെ തന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. പക്ഷെ ആമസോണിൽ നിന്ന് മേടിക്കുമ്പോൾ നിങ്ങൾക്കൊരു അഡീഷണൽ 30% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ നിങ്ങൾക്ക് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ ഡിസ്കൗണ്ട് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഹിമാലയയുടെ വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ബാക്കി എൻ്റെ റെഡി ആവല് ഷടപടയെന്ന് ചെയ്തിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഞാൻ റെഡിയായി. പിന്നെ നമുക്ക് അമ്പലത്തിൽ പോവാം. നമുക്ക് അമ്പലത്തിൽ പോവാം. അമ്പലത്തിൽ പോയി വന്നിട്ട് ബാക്കി കാണിച്ചു തരാം. അല്ല, അമ്പലത്തിൽ പോകണമെന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. എറണാകുളം ശിവ ടെമ്പിൾ, അതായത് എറണാകുളത്തപ്പൻ അമ്പലത്തിലാണ് പോണത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചില്ല. നല്ല രസമുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം അവിടെ വരുന്നു. 3 അമ്പലമൊക്കെ ഉണ്ട്. നല്ല വെയിലായി, കുറച്ച് വെയിൽ. പക്ഷെ അത്ര വെയിൽ അമ്പലത്തിലായിരുന്നില്ല. ഇപ്പോഴാ കാറി കയറിയപ്പോൾ ചൂട്. നല്ല രസമുണ്ടായിരുന്നു. മുരുകന്റെ അമ്പലം, ഹനുമാന്റെ അമ്പലം എല്ലാം കൂടി കവർ ചെയ്തു. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി വീട്ടിൽ പോലെ സമയത്രേ 55 അല്ലേ. ഞങ്ങൾ ആക്ച്വലി സദ്യ പറഞ്ഞിട്ടുണ്ട്. വെറുതെ വീട്ടില് സദ്യയൊക്കെ ഉണ്ടാക്കി ആകെ കുഞ്ഞ് സ്പേസ് അല്ല, അപ്പൊ എല്ലാം കൂടി ബുദ്ധിമുട്ടാവില്ല. സദ്യ ഓർഡർ ചെയ്തിട്ടിരിക്കുക. അത് 10:30 വരാനാ പറഞ്ഞു. ഇപ്പൊ 10 മണിയായിട്ടേ ഉള്ളൂ. ഇനി അത് പോയി കളക്ട് ചെയ്യണം. എന്താ പറഞ്ഞത്? കിട്ടിയില്ല. അത് ക്യാമറ ഓഫ് ചെയ്യട്. അവിടക്ക് രണ്ടുപേര് 2 സൈഡിൽ നിന്ന് പിടിക്കേണ്ടി വരും. ഇവിടെ ഞാനും പിടിക്കാൻ കൂടാ. ഓ ഹൈ, ഓ ഹൈ. നിങ്ങളൊന്ന് എവിടെങ്കിലും ഒക്കെ എത്തോ? എന്റെ ഗിഫ്റ്റ് എവിടെ? ഗിഫ്റ്റ് നാളിന്റെ ഗിഫ്റ്റ്. അത് ഡേറ്റ് ഓഫ് ബർത്തിന് വേറെ ഗിഫ്റ്റ്. എന്തെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റ്. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ആരാ? ഇരുട്ട, ലൈറ്റ് ഇല്ല. എന്താ മുണ്ടൊക്കെ എടുത്തിട്ട്? വിളമ്പാൻ പോവാ? പണിയെടുക്കാൻ പോവാ? ഹായ്. താങ്ക് യു. വീട്ടിലൊക്കെ ചെയ്യില്ലേ? ഓ മൈ ഗോഡ്, ഞാൻ വിളമ്പണന്റെ മുന്നേ തീർക്കോ? ഞാൻ 11 മണിക്ക് തുടങ്ങിയതാ വിളമ്പിയാലോ. ഒന്നും കിട്ടിയില്ല. എന്താ കൂടോത്ര ആണല്ലേ? അയ്യോ, ഓ സ്വാഹ. അരിയൊക്കെ പോണം. പിന്നെ അച്ചാർ 3 വർഷം തൊട്ട് അച്ചാറെടുത്ത് കണ്ടിട്ടേ എന്ത് പറഞ്ഞാലും വിശ്വസിക്കട്ടെ.
അതാ രണ്ടാമത് വിളമ്പുണ്ടെങ്കിൽ അമ്മ ഒരു കൊട്ട വിളമ്പിയെങ്കിൽ എന്താ മിണ്ടാനോ ഉരിയാടാനോ പാടില്ലേ ഇത്? അങ്ങനെ പറഞ്ഞാ അങ്ങനെ പറയാനും പാടില്ല. മതീന്ന് പറയരുത്. ഓ ഓ അങ്ങനെ ഓക്കെ. ചെക്കന്റെ വീട്ടുകാരോ? ആ സാധനങ്ങൾ എടുത്ത് മാറ്റിക്കോളെ. നല്ല ഇരിക്കാൻ സുഖമുണ്ടാവും. ചോറ് അതും ഇതൊക്കെ വേറെ. ഞാനതൊക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അല്ല, അപ്പത്തെ രണ്ട് സൈഡിൽ അതിൽ കാർഡ്ബോർഡ് തട്ടിയത് Happy birthday to you. Happy birthday to Malu. Happy birthday to ആദ്യം ജന്മം തന്ന മാതാവ്. തായ്ക്ക് പിന്നെ താരം പേര് പറയും. സെൽസൺ ഡെയിലി നല്ല കഴിക്കും. അടുത്താണ് ഇനി ഒന്നാം സ്ഥാനത്ത് ഞാൻ എത്തിയിരിക്കുന്നു. നീലക്കപ്പ് ഇപ്പോഴും വാശിയേറിയ മത്സരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ കണ്ണടപ്പാമ്പാണ് എല്ലാരും വിഴുങ്ങണത്. പ്രൈസ് കോസ്റ്റ് റെഡ് ട്രോഫി. അശ്വിനെ ചെറുത് വരെ വിഴുങ്ങി. അപ്പൊ അങ്ങനെ എല്ലാവരും പോയി. ഇപ്പൊ തേസായിട്ട് എനിക്ക് ഡ്രസ്സ് എടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് വൈകിട്ടാണെങ്കിലും ചെയ്തസ് എനിക്ക് ഡ്രസ്സ് എടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് താഴെ നോക്കിയിരിക്കണ ഞാൻ റിഗ്രറ്റ് ചെയ്യാണ് പറഞ്ഞ ആലോചിച്ച്. ഇല്ല എടുക്കാം. വീണ്ടും ചുമട്ട് തൊഴിലായി തേജസ് അടുത്ത യാത്ര ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങൾ ഒരു വളരെ എന്റർടൈനിങ് ആയ വിത്ത് മ്യൂസിക് സിസ്റ്റം ഉള്ളൊരു യാത്രയാണ് പോകാൻ പോകുന്നത്. നല്ല കിലിക്കവും കേൾക്കുന്നുണ്ടാവും. ഭക്ഷണം കഴിച്ച്
ഇത് കണ്ടൽ പിജ്ജ എന്ന് തോന്നും, പക്ഷെ ഇത് പപ്പടമാണ്. കഴിച്ചു അത് കൂട്ടി കഴിക്കില്ല, ചട്നി കൂട്ടി കഴിക്കും. എൻ്റെ വെജ് നമ്മുടെ അച്ഛൻ. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ കലാശക്കൊട്ടായിട്ട് മഴയും വന്നിട്ടുണ്ട്. ബർത്ത്ഡേ മീൻസ് പിറന്നാള് അല്ലേ? നമ്മളിനി വീട്ടിൽ പോവാണ്. സൗണ്ട് കേൾക്കുമോയെന്ന് എനിക്കറിയില്ല. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര ക്ഷീണമായി. അപ്പോൾ വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു പറയണു. ഇനി ഒരു വിഷും കൂടി ഉണ്ട്, ജൂൺ 14 ഒരു തവണയും കൂടി എല്ലാവരും വിഷ്. സൗണ്ട് ഇല്ല. ഇത് പിറന്നാളെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കാണ് പിറന്നാള് നടത്തണം എന്നുള്ളത്. ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക്. അപ്പം എന്തായാലും നമുക്കിപ്പോൾ ഒരു സമാധാനം കിട്ടി, മെട്രോൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്. അമ്മയും പറഞ്ഞോളൂ. എന്താ പറയുക? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.